ടീച്ചർ അവിടെ എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്? മേപ്പാടിയിൽ തുടങ്ങുന്നത് എപ്പോഴാണ് ക്ലാസ്? 9:30 അവിടെ എത്തണം. 9:30 അവിടെ. ഇപ്പോൾ എല്ലാവരും തിരിച്ചങ്ങോട്ട് തിരിച്ച് പുത്തുമല പോകണമെന്ന് പറഞ്ഞിരുന്നു. അറിയും പുത്തുമല പോയിട്ട് അങ്ങോട്ടേ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടികളെല്ലാവരും പൂർണ്ണമായിട്ടും ഇതിനോട് പൊരുത്തപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞല്ലോ അല്ലേ? ക്ലാസ്സിൽ അവരിപ്പോൾ ഉഷാറായി പഠിക്കുന്നുണ്ടല്ലോ കുട്ടികളല്ലേ? ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സഹോദരങ്ങളും ഉണ്ടാവുമല്ലേ കുറച്ച് പേരെങ്കിലും? മരിച്ച കുട്ടികളുടെ സഹോദരങ്ങളുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. കുറച്ചൊക്കെ ഓക്കെ ആയില്ലേ തിരിച്ച്? ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലോ അല്ലേ? ക്ലാസ്സിൽ വരുന്ന സമയത്തും ഒക്കെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഓർമ്മ, ഇതിൻ്റെ ഒരു ട്രോമയൊക്കെ ഉണ്ടാവും. കൗൺസിലിംഗ് ഒക്കെ കൊടുത്തെന്ന് തോന്നുന്നു അല്ലേ? കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വന്നു ഇപ്പോൾ ട്രാക്കിലാണ്. ഏകദേശം ഓക്കെയാണ്. പഠിക്കാൻ ഇപ്പം കുറച്ചുകൂടി ഒരു വാശി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ പല കുട്ടികൾക്കും? എനിക്കൊരു കഴിഞ്ഞ റിസൾട്ട് വരുന്ന സമയത്തും നിങ്ങളും കുട്ടികളും ഒക്കെ എടുത്തൊരു എഫേർട്ടാണല്ലോ കണ്ടത്. അപ്പോൾ എത്ര A+ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? സമ്പൂർണ്ണ വിജയമായിരുന്നല്ലോ? 100% വിജയമായിരുന്നു. ഒരു കുട്ടിക്ക് മാത്രം ഫുൾ A+ ഉണ്ടായിരുന്നു. കുട്ടിക്ക് ഫുൾ A+ കിട്ടുകയും ചെയ്തു. ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി തന്നെ ആയിരുന്നില്ലേ? അതെ, ഇവിടെ പഠിച്ച കുട്ടിയാണ്. പിന്നെ വീട് പോയിട്ടല്ലേ? വീട് പോയതാണ്. എനിക്ക് മാർത്താമസിക്കുകയാണ് ഇപ്പോൾ. നിങ്ങളിവിടെ നാട്ടുകാരാണോ അതോ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണോ? ഞങ്ങൾ രണ്ടാളും വയനാട്ടുകാരാണ്. വയനാട്ടുകാരാണ്. ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ലല്ലോ? ഇവിടെ പഠിച്ചിട്ടില്ല. പക്ഷെ ആ പഴയ സ്കൂളിൽ പഠിപ്പിച്ച് കൊതി തീർന്നിട്ടില്ല? ഇല്ല, കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ര ആയിരുന്നുള്ളൂ, 2 വർഷമൊക്കെ ആയിരുന്നുള്ളൂ ഇവിടെ വന്നിട്ട്. മനോഹരമായ സ്കൂളും ആ ഒരു ആംബിയൻസും എനിക്കൊന്ന് മറ്റാർക്കും കിട്ടാത്ത വിധത്തിലുള്ള സ്കൂളുമാണ്. ഇവിടെ പഠിച്ച ആളാണ്, ഇവിടെ പഠിപ്പിച്ച ആളാണ്. ശബന ടീച്ചർ ഇവിടെ പഠിച്ചതാണോ? 1ാം ക്ലാസ് മുതൽ പഠിച്ചോ അതോ? 1 മുതൽ 4 വരെ മുണ്ടക്കൈ LP-യിൽ, അത് കഴിഞ്ഞിട്ട് 10 വരെ ഇവിടെ വെള്ളാർമല. അന്നുണ്ടായിരുന്ന സ്കൂളിൽ നിന്ന് പിന്നെ കുറച്ച് മാറ്റം വന്നത് പുതിയ കെട്ടിടം വന്നു. പുതിയ കെട്ടിടം കെട്ടിടത്ത് പഠിപ്പിക്കാൻ പറ്റിയില്ല. അന്ന് ഇവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? ചെറിയൊരു മരം. ആ മരത്തിന് ചൂട്ടി ചെറുതല്ല, വലിയ മരം തന്നെയായിരുന്നു. ചുറ്റിലും കളിക്കാനും കുട്ടികളെയൊക്കെ അവിടെ പഠിപ്പിക്കാനും ഒക്കെ കൊണ്ടുവരുന്നു. ഉണ്ണിമാഷും നിങ്ങളും ഒക്കെ അവിടെ പഠിക്കുന്ന സമയത്തും ഞങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ആ ആൽമരത്തിന് ചുറ്റും പുഴയിലും ഒക്കെ തന്നെയായിരുന്നു. SLC ക്യാമ്പൊക്കെ വരുമ്പോൾ പുഴയിൽ തന്നെയായിരുന്നു പഠിത്തമൊക്കെ. ഇവിടെ പഠിപ്പിച്ച് കൊതി തീർന്നിട്ട് എത്ര വർഷം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? ഒരു 13 വർഷത്തോളം. 13 വർഷം പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ മക്കളെല്ലാവരും എൻ്റെ കയ്യിലൂടെ കടന്നുപോയ മക്കൾ. 33 പേര്. ഞാൻ LP-യിലാണ് പഠിപ്പിച്ചത്. അതിൽ 1 വർഷം മുണ്ടക്കൈ സ്കൂളിലും ബാക്കി ഇവിടെയാണ് പഠിപ്പിച്ചത്. മുണ്ടക്കൈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഇതിനകത്തുണ്ട്? ഉണ്ട്. മുണ്ടക്കൈ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളെ സ്കൂളിലേക്ക് വന്ന കുട്ടികളുണ്ട്. ഞാൻ ചോറ് വാരി കൊടുത്ത് വളർത്തിയ കുട്ടികളുണ്ട്. സ്കൂളിലാണെങ്കിൽ അവിടുന്ന് 4 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാണല്ലോ നമ്മൾ മക്കളധികം എല്ലാവരും, ഏകദേശം എല്ലാവരും. വളരെ ചുരുക്കം പേരെ മേപ്പാടി പോകാറുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ തന്നെയാണ് വരല്. 5ാം ക്ലാസ് മിടുക്കന്മാർ, പാട്ട് പാടുന്നവര്, പടം വരയ്ക്കുന്നവര്, കളിക്കണവരൊക്കെ ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലെ ഒരു മോള് നന്നായി ഡാൻസ് കളിക്കുന്ന മോളായിരുന്നു. എല്ലാവരും ഓരോ കഴിവുകളുള്ള കുട്ടികളാണ്. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവുമല്ലോ. പഠിപ്പിച്ചും കൊതി തീർന്നില്ല, പഠിച്ചും കൊതി തീർന്നില്ല എന്ന മട്ടിലാണ്. എന്തായാലും വല്ലാത്തൊരു സങ്കടം. പക്ഷേ നമ്മളിപ്പം കുട്ടികളൊക്കെ കുറേ പൊരുത്തപ്പെട്ടില്ലേ? ഓക്കെ ആയി. ഏകദേശം എല്ലാ മക്കളും ഓക്കെയാണ്. ചെറിയ കുട്ടികൾ വേഗം ഓക്കെ ആവും. വലിയ കുട്ടികൾക്കാണ് പിന്നെയും കുറച്ചുകൂടി പ്രയാസം ഉണ്ടായിരുന്നത്. കുറേ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ കൊടുത്തു. കൗൺസിലിംഗ് ഇപ്പോഴും ആവശ്യപ്പെടുന്നവരുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ ഈ പ്രാവശ്യം മഴ വന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ വീട് ഇവിടെ അടുത്തായിരുന്നു? പുഞ്ചിരിമട്ട. ആ വീട് പോയിരുന്നു? വീട് അവിടെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ പട്ടികയിൽ ടീച്ചറിൻ്റെ പേര് ലിസ്റ്റ് ഉണ്ടോ? എൻ്റെ സ്വദേശമാണ് മുണ്ടക്കൈ. ഞാൻ താമസിച്ചിരുന്ന സ്കൂളിനടുത്ത ക്വാർട്ടേഴ്സിലായിരുന്നു. പക്ഷെ 1 മാസം മുന്നേ ഞാൻ മേപ്പാടിക്ക് താമസം മാറിയിരുന്നു. ആ ക്വാർട്ടേഴ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ ക്വാർട്ടേഴ്സിൽ ഇവിടുത്തെ നമ്മളെ വേറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ക്വാർട്ടേഴ്സ് അവിടെ ഉണ്ടൊന്നും ആയിട്ടൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് ആ പിന്നെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, റോഡിൻ്റെ മറുവശത്തിൽ. നമുക്ക് ഇങ്ങോട്ടൊരു സ്കൂളൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. ഇനി എന്നേക്കുമായ ഓർമ്മ പോയി, ഓർമ്മ മാത്രം ബാക്കി. ടീച്ചർ അവിടെ അത്രയും വർഷം പഠിപ്പിക്കുകയും ചെയ്തൊരു ടീച്ചറാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സങ്കടം നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ അല്ലേ? ഇതൊക്കെ അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ആ ചിത്രങ്ങളുടെ മുന്നിൽ നിന്ന് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എത്രത്തോളം സങ്കടമാണ് ആ കാഴ്ച എന്നുള്ളത്. ഉണ്ണിമാഷും എല്ലാവരും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ അവിടെ പോകുന്നുണ്ടോ? പുത്തുമല പോകുന്നുണ്ടോ? പുത്തുമല ഇപ്പോൾ പുത്തുമലയിലെ ഫംഗ്ഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഇതുള്ളതാണല്ലോ. ഇപ്പോൾ ഇവർ മിക്കവാറും നമ്മുടെ ബസ്സിൽ തന്നെ അവർ പോയി സ്കൂളിൽ പോകും. കാരണം സ്കൂളിൽ ഓൾറെഡി ഒരു ട്രിപ്പ് കുട്ടികൾ പോയി കഴിഞ്ഞു. ഇപ്പോൾ ഇവരൊക്കെ അവിടെ എത്തണമല്ലോ.
അപ്പോൾ ഇനി സ്കൂളിൽ അവരുടേതായ രീതിയിലൊരു സ്പെഷ്യൽ അസംബ്ലി അങ്ങനത്തെ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ അസംബ്ലി ഉണ്ട്, ഇതുപോലെ കുട്ടികളെ കൊണ്ടൊരു പുഷ്പാർച്ചന അത്രേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികളൊക്കെ തിരിച്ച് ആ ഒരു ധൈര്യം വീണ്ടെടുത്ത് വന്നില്ലേ? ഓർമ്മയിൽ നിന്ന് അവർ പുറത്ത് വന്നില്ലേ? ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചിലർ ഡെസ്കിൽ കമന്ന് വീഴുകയോ ഒക്കെ ചെയ്യുന്ന കാണുന്നുണ്ട്. പിന്നെ കാലങ്ങൾ എടുക്കുമല്ലോ, സമയം എടുക്കും. അതെ തീർച്ചയായിട്ടും. അപ്പം ഞാൻ നേരത്തെ വേറൊരാളോട് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളെ അതിജീവിക്കുന്ന കുട്ടികളല്ലേ, അത് അതിജീവിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് വീണ്ടും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളാർമല സ്കൂളിൻ്റെ അധ്യാപകരടക്കമുള്ള രക്ഷിതാക്കളുടെ ഒരു ടീം, ആ ടീമാണ് ഇവരെ വീണ്ടെടുത്ത് അവരെ എത്തിക്കുന്നത്. കാരണം ഉണ്ണിമാഷായാലും ഇപ്പോൾ മുനീർ പുതുതായി വന്ന എച്ചമാണ് മുനീർ മാഷ്, ദിലീപ് മാഷ് മുമ്പത്തെ എച്ചം, എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു ടീമാണ്, ദിലീപ് മാഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ആ ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ ആ ടീം എന്നുള്ള അതിനെ നമ്മൾ പറയണം. ഇപ്പോൾ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ള രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ഇത് ദിലീപ് മാഷാണ്. ദിലീപ് മാഷ് നേരത്തെ ഉണ്ടായിരുന്ന എച്ചമാണ്. നേരത്തെ ഇത് കഴിഞ്ഞതിന് സംഭവം നടക്കുന്നതിന് ശേഷം തൊട്ടടുത്ത് ഞാനായിരുന്നു നമ്മുടെ കയ്യിലേക്കാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് സ്കൂളിന്. നിർഭാഗ്യവാനായ എച്ചമും കൂടിയാണ് ഞാൻ. അങ്ങനെ ഒരിക്കലും ഒരു എച്ച് എം ഉണ്ടാവരുത് എന്നുള്ളതാണ് അല്ലേ? ഭാഗ്യവാനായ എച്ച് എം എന്നാണ്. ഇപ്പം എച്ച് എം മാഷാണ് അല്ലേ? മാഷിന്റെ പേര് അബ്ദുൽ മുനീർ. എനിക്ക് ആ സമയത്ത് ഇൻചാർജ് ആയിരുന്നു. സമയത്ത് ചാർജിന്റെ ഇല്ല, ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ സമയത്താണ് ഞാൻ എത്തുന്നത്. അതിനുശേഷം അതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം. ഇനിയിപ്പം നേരെ പോകുന്നത് അങ്ങോട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോകും, പുത്തുമലയ്ക്ക് പോകുന്നു. ഇല്ല ഇനിയിപ്പം സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലെ കുട്ടികൾ നമ്മൾ ഇവിടുന്ന് 2 ബാച്ചുകളായിട്ടാണ് നമ്മുടെ ബസ് ഇവിടുന്ന് പോകുന്നത്. ഒരു KSRTC, സർക്കാരിൻ്റെ ഒരു KSRTC നമുക്ക് ഫ്രീ ആയിട്ട് ഓടുന്നുണ്ട്. സ്കൂളിൽ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിലവിൽ നമുക്ക് സംവിധാനങ്ങളെല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ ക്ലാസ് ആയോ? സ്മാർട്ട് ക്ലാസ് ആരൊക്കെയോ ചില റെസ്പോൺസ് നമുക്കായത്. ഇനി നമുക്ക് റൂമുകൾ കുറച്ച് ശരിയായി വരാനുണ്ട്. അതും കൂടെ ശരിയായ നമ്മുടെ കാര്യങ്ങൾ അവിടെ തന്നെ ശരിയാവുമല്ലോ അല്ലേ? തൽക്കാലം അവിടെ ശരിയാവും. പിന്നെ ഒരു 4 റൂമും കൂടെ 4 ക്ലാസ് റൂമുള്ള ഒരു ബിൽഡിംഗ് കൂടെ അവിടെ വരുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കപ്പെടും. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ടും നമുക്ക് വേണ്ടത് പുതിയ സ്കൂളാണ്. ആ സ്കൂളും പുതിയ ഗ്രൗണ്ടും പുതിയ സാഹചര്യമാണ് നമുക്ക് വേണ്ടത്. അതിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ ഈ ഒരു കൽപ്പറ്റയിലെ പുതിയ ടൗൺഷിപ്പിലേക്ക് മാറുമ്പോൾ പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇത്രയും ദൂരമുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ചൂരമലയായിട്ട് തന്നെ നമ്മൾ സ്ഥാപനം ഉദ്ദേശിക്കുന്നതാണ്. ഒരു 5 PT%. അപ്പോൾ ചൂരമലയിൽ തന്നെ അതിൻ്റെ സ്ഥലം കണ്ടെത്തി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂരമലയിൽ തന്നെ കൊണ്ടുപോകണം, തന്നെ തിരിച്ചു കൊണ്ടുവരാം. തീർച്ചയായിട്ടും അതിനുള്ള സ്ഥലം കണ്ടെത്തി കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ ഈ ചൂരൽമലയിൽ ഇപ്പോൾ ആൾക്കാർ കുറവല്ലേ? ഇല്ല, കുറഞ്ഞ ആളുകളല്ലേ പോയിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് 3 തൊട്ടിൽ പഠിക്കുന്നുണ്ട്. എൻ്റെ 3 തൊട്ടിൽ പഠിക്കുന്നുണ്ട്. അവർ മേപ്പാട്ടിൽ പോയിട്ടാണ് പഠിക്കുന്നത്. രാവിലെ ബസ് കയറി ബസ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ നിലനിൽക്കല്ലേ, നമ്മൾ ഒരു വാർഡിൻ്റെ ഒരു ഭാഗത്തല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്കൂളും മറ്റു അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ചൂരമലയിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവരണം. ഒരു സ്ഥലം കണ്ടെത്തി ചൂരൽമലയിൽ അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ സ്ഥലം എവിടെയെങ്കിലും? ഒരുപക്ഷെ നമ്മുടെ ചൂരൽമലയിലൊരു പുതിയ സ്കൂൾ വരികയും ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ അങ്ങോട്ടേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും നല്ല ഡിജിറ്റൽ ക്ലാസ് റൂമുകളുള്ള ഒരു സ്കൂളായിരിക്കും വെള്ളാർമല സ്കൂൾ എന്നുള്ള സംശയമാണ്. അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ചൂരൽമലയിലേക്ക് തിരിച്ച് സ്കൂൾ കൊണ്ടുവരാൻ ചൂരൽമലയുടെ നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യം തന്നെ ഇവിടെ എത്തണം എന്നുള്ളതാണ്. അതിനുള്ള അന്തിമ നടപടികളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് 3-4 സ്ഥലങ്ങൾ പഞ്ചായത്ത് റവന്യൂ അധികൃതരും കൂടി 3-4 സ്ഥലങ്ങൾ ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ അവിടെ പോയി വിസിറ്റ് ചെയ്തു. അതിൻ്റെ ഹസാർഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് തന്നെ ഇതിനോട് പ്രാന്തപ്രദേശത്തിൽ തന്നെ എന്തായാലും ഈ സ്കൂൾ തിരിച്ചു വരാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ആ സേഫ്റ്റി ആസ്പെക്റ്റാണല്ലോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. ആ സേഫ്റ്റി ആസ്പെക്റ്റ് നോക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് അന്തിമഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷം ശരി. താങ്ക് യു ഡിയോ, താങ്ക് യു. അപ്പോൾ ഉഷാറാവട്ടെ, തിരിച്ച് ചൂരൽമലയിലേക്ക് തന്നെ വരട്ടെ. അപ്പോൾ ഗംഭീരമായ സ്കൂളായിട്ട് മാറട്ടെ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു വലിയ ദുരന്തത്തെ നേരിട്ടവർക്കുള്ള കരുത്ത് ആ ദുരന്തം കണ്ടു നിന്നവർക്കില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു പഴയ പ്രിൻസിപ്പൽ HM. അപ്പോൾ ഗംഭീരമാവട്ടെ ഇനിയുള്ള സ്കൂൾ പഠനം എന്ന് പറയുന്നത്.